ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതേപോലെയുള്ള നല്ല സോഫ്റ്റ് ക്യാരറ്റ് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, കറുവപ്പട്ട പൊടിച്ച് 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിൽറ്റർ വെച്ച് അരിച്ചെടുക്കാം. ഈ ഫിൽറ്ററിൽ അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും. ചെറിയ കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഫിൽറ്ററിൽ കൂടെ പോകുമ്പോൾ പൊടിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നല്ല മിക്സായി കിട്ടും. അപ്പോൾ 2-3 വട്ടം ഇതുപോലെ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചോപ്പ് ചെയ്ത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഏറ്റവും നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ചോപ്ഡ് ഡേറ്റ്സ് 1/2 കപ്പ്, കാഷ്യൂനട്ട് ചെറുതായിട്ട് അരിഞ്ഞ 1/4 കപ്പ്, മൈദ 3 ടേബിൾ സ്പൂൺ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡേറ്റ്സ് ഒക്കെ ചെറുതായിട്ട് കത്തികൊണ്ട് അരിഞ്ഞെടുത്താൽ മതി. കുറച്ച് കട്ട പിടിക്കും. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് സ്പ്രെഡായി കിട്ടിക്കോളും. ഇത് നമുക്ക് അടുത്തായി റെഡിയാക്കേണ്ട ക്യാരമലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറു ചൂടായിട്ട് വരുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന ബ്രൗൺ ഷുഗർ ആണ്. വൈറ്റ് ഷുഗർ ആണെങ്കിലും എടുക്കാം. ബ്രൗൺ ഷുഗർ ഞാൻ എടുത്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് കേക്കിന് ഒരു ഡാർക്ക് കളർ കിട്ടിയാൽ നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രൗൺ ഷുഗർ എടുത്തത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ എടുത്താലും ഒരു കുഴപ്പമില്ല. കളർ ഇച്ചിരി കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് അടിയിലത്തെ അങ്ങ് കരിഞ്ഞു വരും. അപ്പോൾ മെല്ലെ മെല്ലെ ഈ പഞ്ചസാര മെൽറ്റായിട്ട് വരുന്ന അറിയാം. ഈ പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അത് തെറിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി മാറി നിന്നിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും വെള്ളവും കൂടെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് മാത്രമേ അവിടെ തവിയിട്ട് ഇളക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ആ ഉരുകി കിടക്കുന്ന പഞ്ചസാര തവിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഫ്ലെയിം കുറച്ചിട്ടിരുന്നാൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ. ഇനി അടുത്തായി ചെയ്യേണ്ടത് 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ കയ്യിലുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിന്ന് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലപോലെ ബീറ്റ് ചെയ്യണം. നല്ലപോലെ ബീറ്റ് ചെയ്ത് മാക്സിമം പതപ്പിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും പതപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 3/4 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ തന്നെ എടുക്കാം കേട്ടോ. ഞാൻ വൈറ്റ് ഷുഗറാണ് എടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര പൊടിക്കണമെന്നില്ല. പഞ്ചസാര ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ വിസ്കി യൂസ് ചെയ്യുന്നതുകൊണ്ട് പൊടിച്ച പഞ്ചസാര എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 2-3 വട്ടമായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വാനില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ 3/4 കപ്പ്. ഇതും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് കാരമൽ സിറപ്പ് റെഡിയാക്കി വെച്ചിരുന്നത് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൈദ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് പൊടികളൊക്കെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് കുറേശ്ശെ ചേർക്കാൻ പറയുന്നത്. ഇപ്പോൾ മൈദ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു പാൻ ആട്ടോ. ഈ പാനിലേക്ക് ബെൽറ്റാക്കിയ ബട്ടർ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ മുഴുവനായിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിനിടയ്ക്ക് എയർ ബബിളൊക്കെ ഉള്ളത് പോയി കിട്ടും. കേക്ക് ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. നല്ലപോലെ ചൂടായി തവയുടെ മേളിലോട്ട് ഈ പാൻ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വരെ ഫ്ലെയിം കുറയ്ക്കുന്നില്ല. ഫ്ലെയിം നന്നായിട്ട് കിടന്നോട്ടെ. അപ്പോൾ നല്ല ചൂട് ഈ തവയിലോട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഫ്ലെയിം കുറച്ചിടാം.
എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ടൊരു 45-50 മിനിറ്റ് വരെ വെച്ചാൽ മതിയാവും. ലോ ഫ്ലെയിമിൽ വേണം പിന്നീട് വെക്കാൻ, ഇല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഏകദേശം 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 55 മിനിറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ട് നോക്കാം. ഇതൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ അറ്റം വെച്ചിട്ടോ കുത്തി നോക്കുമ്പം അതിനറ്റത്ത് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി നോക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇത് എടുക്കണമെങ്കിൽ ഒരുപാട് ചൂടാറണമെന്നില്ല. ഞാൻ നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് വിട്ടുപോരും. കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് നോക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ കണ്ടോ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല എളുപ്പം, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി, വേറെ പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻറ്റ് താഴെ ഇടാം കേട്ടോ. പിന്നെ എന്താ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് കേക്കിനുണ്ട്, നല്ല കളറുണ്ട്. ഇത്രയും നല്ല കളർ ഇതിന് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്രൗൺ ഷുഗർ ചേർത്തു, പിന്നെ ആ ഡേറ്റ്സ് ചേർത്തിട്ടുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ഈ നല്ലൊരു ഡാർക്ക് കളർ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ ബ്രൗൺ ഷുഗർ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടും. അതല്ല വൈറ്റ് ഷുഗർ യൂസ് ചെയ്താലും വേറെ ഒന്നിനും ഒരു വ്യത്യാസം ഉണ്ടാവില്ല, കളർ ഇത്തിരി കുറഞ്ഞിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ ഒരു റെഡ് കളർ ഉണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടും. അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.